ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. സൺറൈസേഴ്സ് ഹൈദരാബാദ് ചരിത്രത്തിൽ ആദ്യമായി ചെപ്പോക്കിൽ ഒരു വിജയം കുറിച്ചിരിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന് തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലെ തുടർച്ചയായ 4ാം തോൽവി. ഇന്നലെ നടന്ന ഇരു ടീമുകൾക്കും ഡു ഓർ ഡൈ എന്ന് വിശേഷിപ്പിക്കാനാവുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 5 വിക്കറ്റുകൾക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. നമ്മൾ പിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബാറ്റിംഗ് കണ്ടീഷൻസ് ആയിരുന്നു. ടാക്കി ആയിരുന്നു, ഗ്രിപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേരിയബിൾ ബൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീസണിൽ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രൗണ്ടുകളേക്കാൾ കുറച്ച് ലോ സ്കോറിംഗ് ആയിട്ട് വരുന്നത് നമ്മുടെ ചെപ്പോക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ റൺസ് ആവറേജ് എടുത്താലും അതുപോലെ തന്നെ റൺ റേറ്റ് എടുത്താലും എല്ലാം ഈ റൺ നിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് ചെപ്പോക്കിലാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ മറ്റൊരു ലോ സ്കോറിംഗ് സർഫസ് ആണ് ഇന്നലെ ചെപ്പോക്കിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ CSK ബാറ്റിംഗ് ഇറങ്ങി. ഇപ്പോൾ CSKയുടെ ഈ സീസണിൽ ഉടനീളം CSKയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പവർ പ്ലേയിലാവട്ടെ മിഡിൽ ഓവേഴ്സിലാവട്ടെ ഒരു ഇന്റന്റ് ഇല്ലാത്തതാണ്. ഇന്നലത്തെ മത്സരത്തിലും അവർക്ക് നല്ലൊരു തുടക്കമല്ല കിട്ടിയത്. ആദ്യ പന്തിൽ തന്നെ ഷെയ്ഖ് റഷീദിനെ പുറത്താക്കാൻ മുഹമ്മദ് ഷമിക്കായി. ഷമിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോപ്പർ സീം പ്രസന്റേഷൻ വെച്ചിട്ട് ഒരു നല്ല ബോൾ തന്നെയായിരുന്നു. അപ്പോൾ ഷെയ്ഖ് റഷീദ് ആദ്യ പന്തിൽ തന്നെ പുറത്തായി. കഴിഞ്ഞ മത്സരത്തിൽ ബാക്കിയുള്ളവരെല്ലാം ആ ഒരു ഇന്റന്റ്, ആ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് പുറത്തെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടും ഒരു വളരെ ഷോർട്ട് സ്റ്റേയിലായാലും നമ്മൾ ഇംപ്രസ് ചെയ്തൊരു താരമാണ് ആയുഷ് മാത്രേ. ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. ആയുഷ് വളരെ നല്ല രീതിയിൽ ആ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ് കളിച്ചത്. ഇപ്പോൾ പവർ പ്ലേയിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയത് 50 റൺസാണ്. ഒരു ഡിഫിക്കൽട്ട് ബാറ്റിംഗ് കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസന്റ് പവർ പ്ലേ സ്കോർ തന്നെയാണ് 50 എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അതൊരു നെഗറ്റീവ് സൈഡ് ആണെങ്കിലും ഒരു റൺസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 50 റൺസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു പിച്ച് കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് ആണ്. അവിടെ അതിന് കാരണമായത് ആയുഷ് ഇന്നിങ്സ് ആണ്. ആയുഷ് 19 പന്തിൽ 30 റൺസ് എടുത്തു. ഇപ്പം ബാക്കി ഉള്ള നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഖ് റഷീദ് പുറത്തായിട്ട് വന്നത് സാം കറൻ ആണ്. സാം കറൻ 10 പന്തിൽ നിന്ന് 9 റൺസാണ് എടുത്തത്. ഇന്നലത്തെ മത്സരത്തിൽ ഓവർട്ടന് പകരമാണ് സാം കറൻ വന്നത്. 1 ഡൗൺ ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. 10 പന്തിൽ 9 റൺസ് എടുത്തു. പിന്നീട് വന്ന് ജഡേജ 17 ബോളിൽ 21 റൺസാണ് എടുത്തത്. അപ്പോൾ ഈ പവർ പ്ലേയിൽ അവർക്കൊരു 50 റൺസ് എടുക്കാൻ അവരെ സഹായിച്ചത് ആയുഷിന്റെ ആ ഒരു ഇന്നിങ്സ് ആണ്. പക്ഷെ ആയുഷും പവർ പ്ലേയിൽ തന്നെ പുറത്തായി. 6ാം ഓവറിൽ തന്നെ ആയുഷും പുറത്തായെങ്കിലും ഈ ഒരു പവർ പ്ലേ ഒരു ഡീസന്റ് ആക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് ആയുഷ് വഹിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത സീസണിലേക്ക് അവർക്ക് നല്ലൊരു ഫൈൻഡ് ആണ് ആയുഷിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ ആ ഓപ്പണിംഗ് ആയിട്ട് ഒരു ഇന്ത്യൻ പെയറിനെ തന്നെ ഇപ്പോൾ ഗെയ്ക്വാദ് ആയുഷ് എന്നുള്ള രീതിയിൽ അവർക്ക് അടുത്ത സീസണിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ CSK പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതൊരു ഫ്യൂച്ചറിൽ ഭാവി കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മത്സരത്തിലേക്ക് തിരികെ വരാം. അപ്പോൾ ഒരു പവർ പ്ലേയിൽ ഒരു 50 റൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജഡേജയുടെ വീണ്ടും 4ാം നമ്പറിൽ ഇറങ്ങി. അത് കാര്യമായിട്ടുള്ള ഫലം കിട്ടിയില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബ്രെവിസ് ടീമിലെത്തി. പക്ഷേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ബ്രെവിസ് 4ാം നമ്പറിലല്ല, ഇത്തവണ 5ാം നമ്പറിലാണ് ഇറങ്ങിയത്. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെടുത്തത് 77 റൺസാണ്. 8.55 ആണ് അവരുടെ മിഡിൽ ഫേസിലെ റൺ റേറ്റ്. മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്കോർ അവർ എത്തില്ലായിരുന്നു. അവിടെ അവരെ സഹായിച്ചത് ബ്രെവിസിന്റെ ഒരു എക്സലന്റ് ഇന്നിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പല മത്സരങ്ങളിലും CSK കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതായത് പവർ പ്ലേയിൽ ഒരു ഇന്ത്യൻ ഇല്ലാതെ 10-40 റൺസ് എടുത്തിട്ട് പിന്നീട് മിഡിൽ ഓവേഴ്സ് വരുമ്പോൾ ആ ഒരു സ്കോർ അപ്പ് ചെയ്യുന്നതിൽ, ആ ഒരു ആക്സിലറേറ്റ് ചെയ്യുന്നതിൽ ആരും കാര്യമായിട്ടൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് നമ്മൾ പലതവണ നമ്മളിപ്പം ഈ CSKയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിലും ഏകദേശം അത് തന്നെയായിരുന്നു സ്ഥിതിയെങ്കിലും അവിടെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് വന്നത് ബ്രെവിസ് ആണ്. ബ്രെവിസ് കമിന്ദു മെൻഡിസിനെ തുടർച്ചയായിട്ട് സിക്സറുകൾക്ക് പറത്തി ഒരു വലിയൊരു സ്കോറിലേക്ക്, ഒരു 50 കഴിഞ്ഞ് അതിലും മുകളിലേക്ക് കുതിക്കേണ്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു. കമിന്ദു മെൻഡിസിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലും പിന്നീട് കമിന്ദു മെൻഡിസ് ഒരു ഫ്ലൈയിങ് ക്യാച്ച്, ഇപ്പോൾ നമുക്ക് ആ ഒരു വിക്കറ്റ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് കമിന്ദു മെൻഡിസിന് തന്നെയാണ്. ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാച്ചസിലൂടെയാണ് ബ്രെവിസിനെ പുറത്താക്കിയത്. ബ്രെവിസ് നന്നായിട്ട് തന്നെ കളിച്ച ഷോട്ടാണ്. പക്ഷെ അതിനൊരു ഹൈറ്റ് കിട്ടിയില്ല, ഒരു ഫ്ലാറ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ അത് വളരെ എക്സലന്റ് ആയിട്ടുള്ളൊരു ഡൈവിംഗ് ക്യാച്ച്. പിന്നെ നമുക്ക് കമിന്ദു മെൻഡിസിനെ അറിയാലോ, റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും ബോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരുപോലെ ആ ഒരു എജിലിറ്റി ഇന്നലെ ഫീൽഡിങ്ങിലും നമ്മൾ കമിന്ദു മെൻഡിസ് പ്രദർശിപ്പിച്ചു. ഇടത് സൈഡിലേക്ക് നല്ലൊരു ക്യാച്ച് ആയിരുന്നു. അങ്ങനെ ബ്രെവിസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ദുബെ വന്നു. ദുബെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. 9 ബോളിൽ 12 റൺസ്. അത് കഴിഞ്ഞ് ദീപക് ഹൂഡ വന്നു. ദീപക് ഹൂഡ 21 പന്തിൽ 22 റൺസ്. പിന്നീട് ഇങ്ങോട്ട് ആ സ്കോർ കാർഡ് നോക്കിയാൽ ആർക്കും ബ്രെവിസ് ചെയ്ത പോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബ്രെവിസിന്റെ വിക്കറ്റ് അവിടെ ക്രൂഷ്യലായി. ബ്രെവിസ് പുറത്താവുമ്പോൾ 114 റൺസ്, 13 ഓവറിൽ 114 റൺസ് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നീടുള്ള 7 ഓവറിൽ അവർക്ക് 41 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അതിൽ നമ്മൾ ഈ ഒരു ഡെത്ത് ഓവേഴ്സ് നോക്കി, അവസാന 5 ഓവേഴ്സ് നോക്കി അവർ 27 റൺസ് മാത്രമാണ് അവരെടുത്തത്. 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തുടക്കത്തിൽ ആയുഷ് മാത്രമേ, മിഡിൽ ഓവേഴ്സിൽ ഡിവാൾ ബ്രെവിസ്, ഈ 2 പേരാണ് ആ ഒരു ഇന്നിങ്സിന് ഒരു ഇമ്പച്ചസ് നൽകിയത്. ബാക്കി ആർക്കും ആ ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വലിയ ടോട്ടൽ വരുന്ന പിച്ചല്ല, എങ്കിലും 20 റൺസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അവസാനത്തെ ആ ഒരു 5 ഓവർ അവർക്ക് ഒരു 45-50 റൺസിനടുത്ത് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായനെ. ഇനി ഇവരുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർഷൽ പട്ടേലാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 4 ഓവറിൽ 28 റൺസ് കൊടുത്ത് 4 വിക്കറ്റ് എടുത്തു.
പാറ്റ് കമിൻസ് 4 ഓവറിൽ 21 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അതുപോലെ ഉന്നത് കട്ടും 2 വിക്കറ്റ് എടുത്തു. പിന്നെ ഷമി, കമിന്ദു മെൻഡിസ് ഓരോ വിക്കറ്റ് എടുത്തു. സീഷൻ അൻസാരിക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. CSK ടോട്ടൽ എടുത്തത് 184 റൺസാണ്, ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇനി നമ്മുടെ സൺറൈസേഴ്സ് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സീസണിൽ ജയിച്ച 2 മത്സരങ്ങളും ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിലെ ഹൈ സ്കോറിംഗ് വിക്കറ്റിലാണ് ഇവർ 2 മത്സരങ്ങളും ജയിച്ചത്. പിച്ച് കുറച്ച് സ്ലോ ആവുമ്പോൾ, ബാറ്റിംഗ് കണ്ടീഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആവുമ്പോൾ പതറിപ്പോകുന്നതാണ് ഈ സീസണിൽ ഇവരുടെ ഇതേവരെ ഒരു ശൈലി. അത് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഒരു സ്കോർ ഉണ്ടെങ്കിലും ജയിക്കാം എന്നൊരു പ്രതീക്ഷ തുടക്കത്തിൽ നൽകിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞ് ഇവരുടെ ബാറ്റേഴ്സ് എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ അഭിഷേക് ശർമ്മയായാലും ട്രാവിസ് ഹെഡ് ആയാലും ആ ഒരു ഫ്രീ ഫ്ലോയിങ്, ഒരു സ്ട്രോക്ക് മേക്കിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചിലാണ് അവർ നന്നായിട്ട് കളിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുംബൈ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമല്ല, ഈ മുംബൈ ആയിട്ടുള്ള മത്സരത്തിൽ വാങ്കഡയിൽ നമ്മൾ കണ്ടതാണ്. അവർ ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് പ്രതീക്ഷിച്ചു തന്നു, പക്ഷേ മുംബൈ പ്രൊവൈഡ് ചെയ്ത ഒരു ഡിഫിക്കൽട്ട് പിച്ചാണ്. ആ പിച്ചിൽ അവർ തകർന്നു പോയി. പിന്നീട് അവർ തിരിച്ചു വന്നപ്പോൾ ഹൈദരാബാദിൽ അവർ മുംബൈക്ക് നല്ലൊരു ബാറ്റിംഗ് സർഫസ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് സർഫസ് കൊടുത്തു. പക്ഷേ ആ പിച്ചിൽ നടക്കുന്ന 3ാമത്തെ മത്സരമായിരുന്നു. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയതോടെ അവിടെ വീണ്ടും അവരുടെ പണിപാളി. ഇന്നലെ വന്നപ്പോൾ അതായിരുന്നു അവരെ വീണ്ടും ടെൻഷൻ അടുപ്പിച്ചിരുന്നത്. കാരണം ചെപ്പോക്കിൽ നല്ല ഡിഫിക്കൽട്ട് ബാറ്റിംഗ് കണ്ടീഷൻസ് ആയിരുന്നു. ഇപ്പോൾ തുടക്കം നല്ലൊരു തുടക്കമല്ല കിട്ടിയത്. ആദ്യത്തെ ഓവറിൽ നമ്മുടെ മറ്റേ ചെന്നൈയുടെ ഷെയ്ഖ് റഷീദ് പോയതുപോലെ ഇവിടെ അഭിഷേക് ശർമ്മ പുറത്തായി. 2ാം പന്തിൽ തന്നെ അഭിഷേക് ശർമ്മ പുറത്തായി. ട്രാവിസ് ഹെഡ് 16 പന്തിൽ 19 റൺസ് മാത്രമാണ് എടുത്തത്. പിന്നീട് 1 ഡൗൺ ഹൈൻഡ്രിച്ച് ക്ലാസ് വന്നു. ക്ലാസൻ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചതാണ്, എന്നാൽ 8 പന്തിൽ 7 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നപ്പോഴേക്കും ഇവരുടെ പവർ പ്ലേ ഫേസ് എന്ന് പറയുന്നത് CSK ജയിച്ചു. അതായത് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും പവർ പ്ലേ ഫേസിൽ മുന്നിട്ട് നിന്നത് CSK ആണ്. ഇവിടെ 37 റൺസ്, CSK 50 റൺസ് എടുത്ത സമയത്ത് നമ്മുടെ സൺറൈസേഴ്സിന് 37 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അവിടെ 2 വിക്കറ്റ് നഷ്ടപ്പെടുകയാണുണ്ടായത്. ഇനി മിഡിൽ ഓവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐഡന്റിക്കൽ മിഡിൽ ഓവേഴ്സ്, അതായത് നമ്മുടെ CSK എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ സൺറൈസേഴ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസാണ് ആ മിഡിൽ ഫേസിൽ എടുത്തത്. അപ്പോൾ അവിടെ ഇഷാൻ കിഷന് ആദ്യത്തെ സെഞ്ചുറിക്ക് ശേഷം കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇഷാൻ കിഷൻ ഇന്നലെ ഡീസൻ്റ് ആയിട്ട് കളിച്ചു. 34 പന്തിൽ 44 റൺസ്. എന്നാൽ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നൂർ അഹമ്മദിന്റെ പന്തിൽ പുറത്തായി. അനികേത് വർമ്മ 19 പന്തിൽ 19. അനികേത് വർമ്മയും ഇഷാൻ കിഷനോട് ചേർന്നാണ് ഒരു റീബിൽഡിംഗ് നടത്തിയത്. പിന്നീട് കമിന്ദു മെൻഡിസും നിതീഷ് കുമാർ റെഡ്ഡിയും വന്നു. അപ്പോൾ കമിന്ദു മെൻഡിസ് ആണ് അവിടെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആയത്. ഒരു ഡെത്ത് ഓവേഴ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ചെന്നൈയുടെ ഡെത്ത് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും 27 റൺസ് മാത്രമാണ് എടുത്തതെന്ന് പറഞ്ഞു. എന്നാൽ ഇവരുടെ വന്നപ്പോഴേക്കും, അതായത് സൺറൈസേഴ്സിന് വന്നപ്പോഴേക്കും വിക്കറ്റ് നഷ്ടമില്ലാതെ 41 റൺസ്, അതായത് അവർ പവർ പ്ലേയിൽ അവർക്ക് കുറവ് വന്ന റൺസ് ഡെത്ത് ഓവേഴ്സിൽ അവർ കവർ ചെയ്തു. സ്പിന്നേഴ്സിനെതിരെ നന്നായിട്ട് തന്നെയാണ് കമിന്ദു മെൻഡിസ് കളിച്ചത്. ആ സ്വീപ്സ് ഒക്കെ പ്രോപ്പറായിട്ട് എംപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ നിതീഷ് ഇതൊരു ഹൊറർ സീസൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിതീഷിനും ഇപ്പോൾ പതിരാനക്കെതിരെയൊക്കെ ബൗണ്ടറീസ് കണ്ടെത്താനായി. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു വിക്കറ്റ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് അവരെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിതീഷ് 13 പന്തിൽ 19 റൺസാണ് എടുത്തത്. ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് എക്സ്ട്രാസ് കൊടുക്കുന്നത്. ഇപ്പോൾ പതിനാനായാലും നൂർ അഹമ്മദ് ആയാലും മത്സരത്തിലെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നോ ബോളുകളും വൈഡുകളും എറിഞ്ഞത് ടീമിനെ, അതായത് CSK പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ആകെ ഇറങ്ങുന്നത് 7 എക്സ്ട്രാസ് ആണ്, 7 റൺസാണ് എക്സ്ട്രാസ് വഴി വിട്ടുകൊടുത്തത്. എന്നാൽ CSKയുടെ കാര്യം വന്നപ്പോൾ അത് 15 ആയി. 15 എന്ന് പറയുമ്പോൾ 11 വൈഡുകളാണ് അവർ എറിഞ്ഞത്, 2 നോബോൾ 2 വരുന്നത് നൂർ അഹമ്മദാണ് ഒരൊറ്റ ഓവറിൽ തന്നെ. ഇപ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ക് കൂടിയുണ്ട്. അത് ഞാൻ ഇന്നലെ മത്സരത്തിനിടയിൽ എവിടെയോ കണ്ടതാണ്. RCB ഈ സീസണിൽ മൊത്തത്തിൽ എറിഞ്ഞത് 26 വൈഡാണ്. എന്നാൽ 14 മാത്രം അറൗണ്ട് 24 വൈഡ് എറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും ആ ഒരു രീതിയിലാണ് എക്സ്ട്രാസ് ഇവർ വാരിക്കോരി കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് ഒരു ഡിഫിക്കൽട്ട് ബാറ്റിംഗ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ അവിടെ റൺസ് എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാറ്റേഴ്സിന് ഒരുമാതിരി ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ് ഇങ്ങനെ എക്സ്ട്രാസ് കൊടുക്കുന്നത്. ഇപ്പോൾ 14 എല്ലാ മത്സരങ്ങളും ഇതുപോലെയാണ്, ഇതുപോലെ ഇഷ്ടം പോലെ വൈഡ് എറിയും. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു പ്ലെയറാണ് രാജസ്ഥാന്റെ സന്ദീപ് ശർമ്മ. ഇപ്പോൾ സന്ദീപ് ശർമ്മയേക്കാൾ കൂടുതൽ വൈഡ് എറിഞ്ഞിട്ടുള്ളത് 14 തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ബോളിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് ഡീസൻ്റ് ആയിട്ട് എറിഞ്ഞു, 3 ഓവറിൽ 21. അൻഷുൽ കബോജ് നന്നായിട്ട് ബോൾ ചെയ്തു, 3 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ്. ജഡേജയും 3.4 ഓവറിൽ 22 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. സാം കറൻ എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് ടീമിലേക്ക് തിരികെ എത്തിയിട്ട് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും സാം കറന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. 3 ഓവറിൽ 27 റൺസ് കൊടുത്ത് വിക്കറ്റൊന്നും എടുത്തില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യോർക്കറുകൾ കണ്ടിന്യൂസ് ആയിട്ട് എറിയാൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില മത്സരങ്ങളിൽ കണ്ടു. ഇപ്പോൾ മുംബൈയുടെ ഒരു മത്സരത്തിൽ ബോൾട്ടും ബൂംറയും ചേർന്ന് ഡെത്ത് ഓവേഴ്സിൽ യോർക്കേഴ്സ് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടു. അതുപോലെ തന്നെ RCBയുടെ മത്സരത്തിൽ ഒന്നുകൂടി മികച്ച രീതിയിൽ ഹേസിൽവുഡും ഭൂമിയും ചേർന്ന് യോർക്കറുകൾ കണ്ടിന്യൂസ് ആയിട്ട് എറിയുന്നത് കണ്ടു. ഇവിടെ പതിരാനയുടെ ഏറ്റവും സ്ട്രോങ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ യോർക്കറുകൾ തന്നെയാണ്. പക്ഷേ യോർക്കറുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് ആ ഒരു കൺസിസ്റ്റൻസിയോടെ എക്സിക്യൂട്ട് ചെയ്യാൻ പതിരാനയ്ക്ക് കഴിയുന്നില്ല. ഇടയ്ക്ക് ബൗൺസർ നോക്കുന്നു, ഇടയ്ക്ക് വൈഡ് യോർക്കർ നോക്കുന്നു. പക്ഷേ ഇതെല്ലാം കൂടുതലും വൈഡ് എക്സ്ട്രാസിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ടീമിനെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ.
സൺറൈസേഴ്സിന് വേണ്ടി 4 വിക്കറ്റ് എടുത്ത ഹർഷൽ പട്ടേലാണ് മാൻ ഓഫ് ദ മാച്ച്. ഹർഷൽ പട്ടേൽ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു, ഡിസർവിംഗ് ആണ്. അതുപോലെ തന്നെ അവരുടെ ടീമിൽ മറ്റൊരു ഡിസർവിംഗ് ആയിട്ടുള്ള ആളാണ് കമിന്ദു മെൻഡിസ്. ബോൾ ചെയ്ത് ഒരു വിക്കറ്റ് എടുത്തു, ജഡ്ഡുവിന്റെ വിക്കറ്റാണ് എടുത്തത്. അതുപോലെ ഫീൽഡിൽ എക്സലന്റ് ആയിരുന്നു, ഒരു മാച്ച് ഡിഫൈനിങ് മൊമെന്റ് തന്നെയായിരുന്നു ബ്രെവിസിന്റെ ക്യാച്ച്. പിന്നീട് ബാറ്റിംഗിന് വന്നപ്പോൾ ആ ഒരു പ്രഷറെല്ലാം സോക്കിൻ ചെയ്തിട്ട് നല്ലൊരു ഇന്നിംഗ്സ് കളിച്ച് ടീമിലെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ കമിന്ദു മെൻഡിസിന് മാൻ ഓഫ് ദ മാച്ച് കൊടുത്താലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയാണ് ഈ മത്സരത്തിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പോയിന്റ്സ് ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് 8ാം സ്ഥാനത്തേക്ക് കടന്നു. 9 മത്സരങ്ങളിൽ 3 ജയമാണ് അവർക്കുള്ളത്. നമ്മളൊരു 16 പോയിന്റ് ആണ് ഈ ഒരു യാർഡ് സ്റ്റിക്ക്, അതായത് നമ്മുടെ പ്ലേ ഓഫിലേക്ക് വെക്കുന്നതെങ്കിൽ ഇനിയുള്ള 5 മത്സരങ്ങളിൽ 5 എണ്ണം ജയിക്കണം. CSKയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 2 ജയമായിട്ട് 10ാം സ്ഥാനത്താണ്. ഇനിയുള്ള 5 മത്സരങ്ങളാണ്. ഇനി 5ൽ 5 ജയിച്ചാലും 14 പോയിന്റ്സേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അവർ ഔട്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവർ ഔട്ടായിട്ടില്ല. കാരണം 14 പോയിന്റുമായിട്ടും നമ്മുടെ പ്ലേ ഓഫിൽ കയറിയ ടീമുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ CSKയ്ക്കും RCBക്കും 14 പോയിന്റ് ആയിരുന്നു, പക്ഷേ നെറ്റ് റൺ റേറ്റ് വെച്ചിട്ട് RCB കയറി. എന്നാൽ ഈ സീസൺ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ്. പല ടീമുകളും ഇപ്പോൾ 5-6 വിജയങ്ങളായിട്ട് ഓൾറെഡി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസൺ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ CSKയ്ക്ക് ഇനിയും പ്രതീക്ഷയില്ല എന്ന് തന്നെ പറയാം. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.